കർത്താവിന് സ്തോത്രം. എല്ലാവർക്കും സുപരിചിതമായ ചില ഗാനങ്ങൾ നാം പാടി ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്. ആരും കാഴ്ചക്കാരായി ഇരിക്കാതെ പാടുന്ന വരികളെ ധ്യാനിച്ചുകൊണ്ട് കരങ്ങളെ അടിച്ച് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദൈവം എന്നുള്ളത് ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ
ക്ലേശമെല്ലാം നീങ്ങിപ്പോ, കണ്ണുനീരെല്ലാം തുടച്ചിടുന്നു. അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറന്നുയരാം. നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രത്യാശയാണ്. ഹല്ലേലൂയ, സ്തോത്രം. നിലനിൽക്കുന്ന ആ ഭവനം, നിത്യമായ ഭവനം എന്നുള്ള വലിയ പ്രത്യാശ നമ്മുടെ മുന്നിൽ എപ്പോഴും ഉണ്ടല്ലോ. പ്രതിസന്ധികൾ, ക്ലേശങ്ങൾ, പ്രയാസങ്ങളൊക്കെ കടന്നു വരുമ്പോഴും ഹല്ലേലൂയ, സ്തോത്രം, ആ ഒരു ദർശനമാണ് നമ്മെ മുമ്പോട്ട് നയിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. കർത്താവിന്റെ കൃപകൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. അല്ലെങ്കിൽ കർത്താവ് തന്റെ കൃപയാൽ നടത്തുന്നു. ഒരു തമിഴ് ഗാനം കൂടെ നമുക്ക് ചേർന്ന് പാടാം. വല്ലമൈ തേവൈ ദേവ, വല്ലമൈ താരം ദേവ, ഇன்றே தேவை தேவா, ഇപ്പോൾ താരം ദേവ. சேர்ந்து பாடி நாம் கர்த்தரை மகிமைப்படுத்துவோம். வல்லமை தேவை தேவா, வல்லமை தாரும் தேவா, தேவை தேவா, இப்போ தாரும் தேவா, தேவை தேவா, இப்போ தாரும் தேவா. பொழிந்திடும் வல்லமை, உன்னதத்தின் வல்லமை,
வல்லமை தேவை தேவா, வல்லமை தாரும் தேவா, இன்றே தேவை தேவா, ഇപ്പോൾ தாரும் தேவா. நம் வாழ்க்கையில ஒவ்வொரு நாளும் ஹல்லேலூயா ஒரு கிறிஸ்தவனாக வாழ வேண்டும் என்றால் நம்முடைய பலத்தினால முடியாது. ஹல்லேலூயா உயரத்தில் என்று கிடைக்கிற அந்த கிருபையால வல்லமையினாலே மட்டும். ஹல்லேலூயா ஸ்தோத்திரம். ஒவ்வொரு நாளும் நமக்கு மற்ற எந்த விஷயத்தை காட்டிலும் நமக்கு தேவையானது கர்த்தருடைய கிருபை, கர்த்தருடைய வல்லமை. ஹல்லேலூயா ஸ்தோத்திரம். இந்த காலை வேளையிலே மீண்டும் நம்மை நாமே ஒப்புக் கொடுப்போம், ஜெபத்துடன் இருப்போம். கர்த்தர் நம்மை ஆசீர்வதிக்க முடியும்.